മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്ന വി.ഡി. സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിരി കണ്ട് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ. ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ വി.ഡി. സതീശൻ സാർ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിന്റെ ഈ ചിരിയിലാണ് അടുത്ത 5 വർഷം UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം ആരാകും എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ ചിരി ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം കോൺഗ്രസിൽ മത്സരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ കേൾക്കുന്നത് KC വേണുഗോപാലിന്റെ ആൾക്കാരാണെന്നാണ്. അഥവാ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജയിച്ചു വരിക KCയെ പിന്താങ്ങുന്നവരായിരിക്കും. രണ്ടാമത് ഏറ്റവും കൂടുതൽ പിന്തുണ ഏതാണ്ട് 10-20 ആളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. 10 താഴെ മാത്രമേ ഉള്ളൂ അത്രേ ആർക്ക് നമ്മുടെ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവർ. അങ്ങനെ വരുമ്പോഴാണ് 20-ലധികം MLA-മാരുടെ പിന്തുണയുമായി ജയിച്ചു വരുന്ന ലീഗിന്റെ ഈ ചിരിക്ക് വലിയ പ്രാധാന്യമുള്ളത്. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം? വി.ഡി. സതീശനാണ് കഴിഞ്ഞ 5 വർഷം ഈ UDFനെ നയിച്ചത്, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അദ്ദേഹമാണ് കഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും പൊതുവെ പറയുന്നത് വി.ഡി. സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്നാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം രമേശ് ചെന്നിത്തല വളരെ കാലമായി സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അതിന് മുമ്പുള്ള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. നിർഭാഗ്യമെന്ന് പറ്റേ കഴിഞ്ഞ തവണ തുടർഭരണം ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനും ഇതുവരെ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് MLA-മാരുടെ എണ്ണത്തിന്റെ ബലത്തിലാണെങ്കിൽ ഇവിടെ KCക്കാണ് നറുക്ക് വീഴുക എന്ന് പറയുന്നു. പക്ഷെ KC മത്സരത്തിന് വരുമോ എന്ന് അറിയില്ല. അതൊരു ന്യായമായ രീതിയല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഓൾറെഡി MP ആണ് ഇവിടെ. MP ആയി സുധാകരൻ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് നടന്നില്ല. അതുകൊണ്ട് ഇനി MP ആയിരിക്കുന്ന KC വേണുഗോപാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതിന് നിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നറുക്ക് രമേശ് ചെന്നിത്തലയ്ക്കോ വി.ഡി. സതീശനോ എന്നൊരു ചോദ്യം വരുമ്പോഴാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഈ ചിരി ഇവിടെ പ്രസക്തമാകുന്നത്. ഇതിൽ വളരെ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണം എന്നത് പോലും ലീഗ് നിശ്ചയിച്ചു തുടങ്ങിയാൽ അവിടെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്. നമുക്കിതിന് മുമ്പുണ്ടായ UDF മന്ത്രിസഭയിലുണ്ടായ 5-ാം മന്ത്രി വിവാദം, അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ടാവും. അന്ന് അതുണ്ടാക്കിയ ഡാമേജുകളൊക്കെയാണ് 2016-ൽ പ്രധാനമായും UDFന് അധികാരം നഷ്ടപ്പെടാനുണ്ടായതിലെ ഒരു കാരണം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് പിന്നണിയിൽ നിന്ന് ചരട് വലി തുടങ്ങി എന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്നുണ്ടെന്നും അത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും നേതാക്കൾ അതിലൊട്ടും തൃപ്തരല്ലെന്നും പറയുന്നു. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ പക്ഷമല്ലാത്ത മറ്റു പക്ഷങ്ങൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തുടങ്ങിയെന്നും ഉള്ളുകൊണ്ട് മുറുമുറുപ്പ് തുടങ്ങിയെന്നും വി.ഡി. സതീശനെ ഓപ്പണായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ, അതും പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു സിഗ്നലായി കാണുന്നത്. 5 വർഷത്തെ UDF ഭരണം വരികയാണെങ്കിൽ അത് ഏത് ദിശയിലായിരിക്കും ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ വെടിക്കെട്ടായിരുന്നു ഈ നടന്നത് എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ കണ്ടതെല്ലാം സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. 4-ാം തീയതി പെട്ടി തുറന്ന് എണ്ണി നോക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിലെ വസ്തുത അറിയൂ. നമ്മുടെ പിണറായി സഖാവ് തന്നെ ഇത് അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അപ്പൊ ഈ സ്വപ്നം കണ്ടതും ഈ ചിരിച്ചതൊക്കെ വെറുതെ പോകും. എന്തായാലും ഈ കാണാൻ പോവാണ് പൂരം നമ്മൾ വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ കേരളത്തിന് ഹാനികരമായ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.